എന്താ വിളിക്കാൻ താമസിച്ചേ? ഇന്ന് ഞാൻ ജോലിയും കഴിഞ്ഞ് ശകലം താമസിച്ചാ വന്നേ. ഇത് പറ്റി? ഇല്ല, ഇച്ചിരി ജോലി കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. അങ്ങോട്ട് വിളിക്കാനേ നെറ്റിന്റെ ഒരു പ്രശ്നം, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതാ അല്ല, ഞാൻ വിളിക്കുമല്ലോ. താമസിച്ചാലും ഞാൻ എന്നും വിളിക്കുന്നില്ലേ. പിന്നെ എന്തുണ്ട്? പിന്നെന്തൊന്നുമില്ല, ഇങ്ങനെ പോന്നു. ഊണൊക്കെ കഴിഞ്ഞോ? ഊണ് കഴിഞ്ഞു. കേട്ടാൻ കഴിച്ചോ? ഞാൻ ഊണ് കഴിച്ചില്ല. ഞാൻ വന്ന് കയറി കുളിച്ചതേ ഉള്ളു. എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ എന്താ എന്നുള്ള തന്നെ മീനാതാണ്ടെന്ന് തോന്നുന്നു. അവന്മാര് ഇവിടെ അടുക്കള പാചകം നടക്കുന്നു. പാചകം ഇന്ന് വിനോദ. ഇന്ന് വിനോദിന്റെ പാചകം. മീന അയിലെന്ന് പറയുന്ന കേട്ട്. ഞാൻ അങ്ങോട്ട് പോയില്ലേ. എന്നാ നിന്നെ വിളിച്ചിട്ട് പോയിരിക്കാന്ന് വെച്ച്. പനി എങ്ങനെയുണ്ട് പറഞ്ഞോ? കുറവുണ്ട്. പിന്നെന്തുകൊണ്ട് അവിടെ വിശേഷം? അവിടെ വിശേഷം എന്തുകൊണ്ടോ? ഇവിടെ വിശേഷം ഞാൻ അതിനങ്ങോട്ട് വിളിക്കാതിരുന്നത്. അതെന്തുവാ? ഞങ്ങളുടെ സ്കൂളിന്റെ പിന്നെ റീയൂണിയൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘം. എന്നാ? പിന്നെ 19-ാം തീയതി. 19? അപ്പം പോണം. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് പിന്നെ ഫാമിലി ഞാനേ ഉള്ളല്ലോ. നീയും പിള്ളേരോട് പോ. പിള്ളേർക്ക് സ്കൂളുണ്ടല്ലേ? പിള്ളേർക്ക് അവർക്ക് സ്കൂളിൽ വേണ്ട, എക്സാം ഒക്കെ അല്ലേ. നീ പോ. ഞാൻ പോക്കാവുന്ന വഴി പോകുന്നതിന് പിന്നെ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു തരണം. ഞാൻ അടിപൊളിയായിട്ട് പോണ്ടേ. അത് ശരി. അത് ഇപ്പൊ എന്റെ തോളയിലാണോ? നിങ്ങളുടെ റീയൂണിയന് പോകുന്നതിനും ഞാനാണ് ഉത്തരവാദി. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. പുതിയ ഡ്രസ് അല്ല, പുതിയ ഡ്രസ് ഇട്ടില്ലെങ്കിൽ കേറ്റത്തില്ലേ അങ്ങോട്ട്? കേറ്റുവൊക്കെ ആര് കേറ്റായിരിക്കും. അപ്പൊ നമുക്കൊരു വില വേണ്ടേ? അത് വേണം. പിന്നെ എന്റെ പെണ്ണും പിള്ളക്ക് പിന്നെ അവര് ഷൈൻ ചെയ്യണമല്ലോ. അതല്ല പഴയ പറ്റുമോ? അവരൊക്കെ അടിപൊളിയായിട്ടൊക്കെ എല്ലാരും വലിയ ജമയെ വരുമ്പോ ഭർത്താവ് നാട്ടിലെ എങ്കിൽ തന്നെ നമ്മൾ താഴെ ഇരുന്നല്ലോ. ഒരിക്കലും എനിക്കൊരു 10,000 രൂപ അയച്ചോ. അടിപൊളി ഒരു സാരിയൊക്കെ എടുത്ത്. അതൊക്കെ ഞാൻ ഇട്ട് തരാം. അത് കുഴപ്പമില്ല. അല്ല, പഴയ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും ഒക്കെ കാണാം. പിന്നെ അതല്ലേ പറഞ്ഞേ, കൂട്ടുകാരന്മാരുടെ കൂടെ ഒന്നും പോയി പൊക്കളയും ചെയ്യല്ലേ. ഒരു പാവപ്പെട്ടവനോടെ കിടപ്പുണ്ടേ. അതൊന്നുമില്ല. പുതിയ ഡ്രസ്, പാവപ്പെട്ടവനെ മതിയേ ഞങ്ങൾക്ക്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പോകുന്നത് കൊള്ളാം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഷൈൻ ചെയ്യുന്നത് കൊള്ളാം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ല അടിപൊളിയായിട്ട് വരുമ്പോ നമുക്കും 5000 മതിയോ? 5000 മതിയോ? 5000 മതി. 5000 നാളായിട്ട് അക്കൗണ്ട് ഇട്ടേക്കാം. താങ്ക് യു. ഉമ്മ. ആയിക്കോട്ടെ. ഉമ്മ തിരിച്ചും തരുന്നു. പിന്നെന്താ ഇവിടെ ഇങ്ങനൊക്കെ പോന്ന്. പിന്നെ ഞാനൊരു കാര്യം ഇയാളുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഇതിലെ ഭാരതി കുഞ്ഞമ്മ ഉണ്ടല്ലോ, നമ്മുടെ നമ്പൂതിരിക്കാലയുള്ള ഭാരതി കുഞ്ഞമ്മ, അവരുടെ അതിലെ മോടെ കല്യാണം ഏതാണ്ട് ഉറച്ചെന്നോ തെറ്റിയെന്നോണ്ടൊക്കെ ഇങ്ങനെയൊന്നും പറഞ്ഞല്ലോ അന്ന്. എന്തോ ഇത് കല്യാണം എല്ലാം ഉറച്ചായിരുന്നു. അപ്പം എന്തോ ഒരു വിഷയം എന്തോ വന്നെന്ന് തോന്നുന്നു. അപ്പൊ പറയുന്നത് ഞാനും കേട്ടു. അപ്പം നിശ്ചയം കഴിഞ്ഞോ? നിശ്ചയമൊക്കെ കഴിഞ്ഞായിരുന്നു. കഴിയുകയൊക്കെ ചെയ്തെന്തോ ഒരു അന്വേഷിച്ചപ്പോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് കാണുമായിരിക്കും. അവർക്കെന്തോ പ്രശ്നം വല്ലതും ഉണ്ടോ? അല്ല, അവര് പറയുന്നത് പയ്യന്റെ ഇതിലും കണ്ടാണെന്നാ പറയുന്നേ. പയ്യൻ എന്തോ അപ്പൊ ഒരു പെൻഡിങ് വെച്ചിരിക്കുകയാണ് അവര്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആണോന്നറിയില്ല. അല്ല, നിശ്ചയം കഴിയുന്നവരെ ഒരു തിരക്കിയതൊന്നും ഇല്ല അന്നേരം. പിന്നെ അവരുടെ പരിചയത്തിലുള്ള ആരോ ആണ് ബന്ധം കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ അവര് കൂടുതൽ അന്വേഷിച്ചാണില്ല. പിന്നെ എനിക്കറിയത്തില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താണോന്നും അറിയാൻ വയ്യ. എന്തായാലും എന്തൊരു വിഷയം ഉണ്ടായി. നിശ്ചയത്തിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയായിരുന്നോ? അച്ഛൻ പോയായിരുന്നല്ലോ. അടിപൊളി നിശ്ചയമൊക്കെ ആയിരുന്നെന്നാ പറഞ്ഞത്. പോയില്ല. ഞാനിങ്ങനെ നമ്മുടെ അവിടെ നിന്നുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്.
അന്ന് പറഞ്ഞ നല്ലൊരു ബന്ധമൊക്കെയാണ്, നല്ലതാ അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്തോ പറ്റി എന്ന് നമുക്കറിയില്ല. ചെറുക്കൻ പട്ടാളമായിരുന്നെന്നോ പട്ടാളക്കാരനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നല്ലൊരു ബന്ധമാണ് കിട്ടിയത്. അറിയത്തില്ലല്ലോ, സാമ്പത്തിക പ്രശ്നം വല്ലതും ആയിരിക്കും. അല്ല സ്ത്രീധന പ്രശ്നമോ അറിയത്തില്ല. സ്ത്രീധനമായിട്ട് ചോദിച്ചുകൂടാലോ. അപ്പൊ പിന്നെ എന്തെങ്കിലും ആയിരിക്കാം. അതല്ലായിരിക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തുകൊണ്ട് വിശേഷം? മോക്ക് ഇളയ മോക്ക് പനിയും ചൂടും. ഞാനിപ്പം മരുന്നൊക്കെ എടുത്ത് കൊടുത്തു. ആശുപത്രി കൊണ്ടുപോയില്ലയോ? നാളെ നോക്കാം. എക്സാം ഒക്കെ അത് കയ്യോടെ കൊണ്ടുപോകാൻ എന്താ? കയ്യോടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാൻ എന്താ? ഇഞ്ചക്ഷനാ കൊച്ചുങ്ങൾക്ക്. ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ഒന്നാമത് പരീക്ഷ അതുകൊണ്ടാ പറഞ്ഞത്. ഇഞ്ചക്ഷൻ മരുന്ന് മതി. അവര് ഇഷ്ടം പോലൊക്കെ നിന്റെ തോന്നിവാസം പോലെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? എടോ ഞാന് കൂടി വന്നാൽ ഒരു 6 മാസം. 6 മാസമോ? എന്താടോ 6 മാസം? എന്താ പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങ് പോത്തില്ലേ? എന്താ പോത്തൊന്നുമില്ല. പറയാനാ 1.5 വർഷം പിടിച്ചിരിക്കാമെങ്കിലാണോ ഇനി 6 മാസം കൂടെ പിടിച്ചു തന്നാല്? എന്നാലും പറഞ്ഞു എന്ന് പറയുന്നത്. 6 മാസമൊക്കെ എങ്ങനെ പോയി? 1.5 വർഷം അയാള് പിടിച്ചു തന്നോ? 6 മാസം കൂടി ഇയാള് തൽക്കാലം ഒന്ന് പിടിച്ചു നില്ലേ. വന്നിട്ട് നമുക്ക് 6 മാസം തൽക്കാലം 6 മാസത്തോടു കൂടി ഞാനും കിട്ടും. എന്താ പറയുന്ന 2 വർഷമാകാതെ അവര് വിസ അടിക്കത്തില്ല അവര്. കൂടുള്ളവരൊക്കെയോ? കൂടുള്ളവരൊക്കെ അത് തന്നെ. പറ്റത്തില്ല. നിങ്ങൾക്ക് നാട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ അത് പറയാം. അടുക്കള ന്യായം ഒന്നും അല്ല ഇവിടെ. പറഞ്ഞ മനസ്സിലായോ? കമ്പനിയില് വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ 2 വർഷം. ഇല്ല പിന്നെ വേണേ പറ്റും. എമർജൻസി കേസ് കെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാം. വന്നാൽ നമ്മുടെ കയ്യിലെ പൈസ പോവും ഫ്ലൈറ്റ് ടിക്കറ്റിന്. ഇപ്പൊ എത്രയും നാളായില്ലല്ലോ. വേവുന്നിടം വരെ ഇനി 6 നടം വരെ അല്ലേ. വെപ്രാളം എന്തുവാ? വെപ്രാളം എന്തുവാണ്? എത്ര നാളായി കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ. ആരെ കണ്ടിട്ടാ? ആരെയാ കാണാനിരിക്കുന്നേ? അതേ തന്നെ ഒന്നും കാണണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കാണണമെന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹം ഇവിടെ. അതാ ഞാനൊക്കെ പറയുന്നത്. അതൊന്നും അല്ല പറയുന്നത്. ജീവിക്കണ്ടായോ? എങ്ങനെയെങ്കിലും അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനങ്ങ് എത്തുന്ന കണ്ണടച്ച് തുറക്കുന്നതിന് 6 മാസം കഴിയും. നീ ഒന്ന് കടിച്ച് പിടിച്ച് ഒന്ന് ക്ഷമിച്ച് നെല്ല്. വന്നിട്ട് നമുക്കങ്ങ് ഉത്സവം ആഘോഷിക്കാം. നിന്റെ ആഗ്രഹം പോലെ ഏതൊക്കെ സ്റ്റൈല് വേണമെന്നങ്ങ് പറഞ്ഞാൽ മതി. അവിടെ വന്ന് ആ സ്റ്റൈലിലെല്ലാം നമുക്കങ്ങ് ആഘോഷിക്കാം. അതുവരെ നീ ഒന്ന് കണ്ണടച്ച് നെല്ല്. എന്താ ചെയ്യാൻ പറ്റും? തൽക്കാലം കൈയൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ട് ഇവിടെയൊക്കെ ഒന്ന് പ്രയോഗിയില്ലേ. എന്താ തൽക്കാലം നീ ഒന്ന് ഒരു സമാശ്വാസത്തിന് വേണ്ടി കൈയെടുത്ത് വലുതായിട്ട് ഈ നോവിക്കാതെ തൽക്കാലം ഒന്ന് പിടിച്ചില്ലേ. പിന്നെ എന്തുണ്ട്? വേറെ എന്തുണ്ടോ വിശേഷം? വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്നാലൊരു കാര്യം ചെയ്യും. ഊണൊക്കെ കഴിഞ്ഞല്ലേ? ഊണ് കഴിഞ്ഞു. കൊടുത്തു. എന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. അച്ഛനെ വിളിച്ചായിരുന്നോ? അച്ഛനെ ഇനിയിപ്പോ ഈ രാത്രി അച്ഛനെ കിടന്ന് കാണത്തില്ലേ? ഇപ്പം വിളിക്കണ്ട. വിളിച്ചിട്ടെന്നൊക്കെ എനിക്കറിയാം. പറയുമെന്നറിയാം. വെള്ളിയാഴ്ച വിളിക്കാം. രാത്രി അച്ഛനെ വിളിച്ചാൽ കിട്ടുന്നതാണ്. നാളെ പകല് സമയമുണ്ടോ? എപ്പോഴാ നാളെ? നോക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ വിളിക്കാവിടൂ. സമയം ഉണ്ടെങ്കിലും പറയണ്ടോ? 10 മിനിറ്റ് കാര്യം പറയുന്നത്. നിങ്ങൾക്കൊക്കെ അവിടെ ഇരുന്ന് പറയുന്ന പോലെ ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങള്. അങ്ങോട്ടും ഇങ്ങോട്ട് എന്നോട് പരാതി അതൊക്കെ ഞാൻ വിളിച്ചോളാം. ഇയാൾ അതിനകത്ത് ഇടപെടണ്ട കേട്ടോ. അപ്പൊ ശരി. വേറെ വിശേഷമൊന്നുമില്ല.